ഹായ് ഓൾ, ഒരിക്കൽ കൂടി ഈ കൊറോണ കാല ഇലക്ട്രോണിക്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നതാണ്. ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന LC ഓസിലേറ്റേഴ്സിൻ്റെയും അതുപോലെ RC ഓസിലേറ്റേഴ്സിൻ്റെയും ലിമിറ്റേഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. The frequency determining factors such as resistors and inductors varies with temperature. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LC ഓസിലേറ്റർ ആയിക്കോട്ടെ RC ഓസിലേറ്റർ ആയിക്കോട്ടെ, അതിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? LCD ആണെങ്കിൽ എന്താണ് ഇക്വേഷന്? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? LC ഓസിലേറ്ററിൻ്റെ കേസിൽ F ഈസ് ഈക്വൽ ടു 1/2π√LC ആണ്. അതുപോലെ RC ഓസിലേറ്ററിൻ്റെ കേസിൽ F ഈസ് ഈക്വൽ ടു 1/2πRC√6 ആണ്. അല്ലെങ്കിൽ ചില കേസുകളിൽ എന്ത് വരാറുണ്ട്? F ഈസ് ഈക്വൽ ടു 1/2πRC എന്നും വരാറുണ്ട്. എന്ന് വെച്ചാൽ LC ഓസിലേറ്ററിൻ്റെ കേസിലെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? L-ഉം C-യും ആണ്. അതുപോലെ RC ഓസിലേറ്ററിൻ്റെ കേസിലെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? R-ഉം C-യും ആണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ഫാക്ടേഴ്സ് സച്ച് ആസ് റെസിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡക്റ്റേഴ്സ്, ഈ പറയുന്ന റെസിസ്റ്റേഴ്സും ഇൻഡക്റ്റേഴ്സും വേരീസ് വിത്ത് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് റെസിസ്റ്റേഴ്സിനും കപ്പാസിറ്റേഴ്സിനും വേരിയേഷൻസ് സംഭവിക്കും. അപ്പോൾ നാച്ചുറലായിട്ട് എന്ത് സംഭവിക്കും? അതനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഫ്രീക്വൻസിയിലൊന്നുണ്ടാവും, ഒരു വേരിയേഷൻ ഉണ്ടാവും. അതാണ് ഈ LC ഓസിലേറ്ററിൻ്റെയും RC ഓസിലേറ്ററിൻ്റെയും ഒരു ലിമിറ്റേഷൻ. സെക്കൻഡ് ലിമിറ്റേഷൻ, ഇഫ് എനി കമ്പോണൻറ്റ് ഇൻ ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഈസ് ചേഞ്ച്ഡ് ഇറ്റ് വിൽ ഷിഫ്റ്റ് ദ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, നമ്മുടെ ഓസിലേറ്ററിൻ്റെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലെ ആറിനോ കപ്പാസിറ്ററിനോ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിക്ക് ഒരു വേരിയേഷൻ ഉണ്ടാകും. ഈ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. ആ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഈ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഓസിലേറ്റേഴ്സിനെ നാച്ചുറലി അല്ല നോർമലി അതിനെ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നാണ് അതിനെ വിളിക്കുക. ഇവിടെ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് അല്ലെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോച്ചലി സാൾട്ട്, ക്വാഡ്സ് അല്ലെങ്കിൽ ടെർമലിൻ തുടങ്ങിയവയാണ് കോമൺ ആയിട്ടുള്ള ക്രിസ്റ്റൽസ്. When we apply an AC voltage across a crystal, it will vibrate at the frequency of applied voltage. Similarly, when we compress a crystal to vibrate, they produce AC voltage. This phenomena is known as piezoelectric effect. എന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് അക്രോസ് ആയിട്ട് നമ്മളൊരു AC വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിന് അനുസരിച്ചിട്ട് ആ ഒരു ഫ്രീക്വൻസിയിൽ ആ സാൾട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റൽ അത് വൈബ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റൽ മെറ്റീരിയലിൽ നമ്മളൊരു സ്ട്രെസ്സോ സ്ട്രെയിനോ കൊടുക്കുകയോ പ്രസ് ചെയ്യുകയോ ചെയ്ത് അതിനെ വൈബ്രേറ്റ് ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജ് AC വോൾട്ടേജ് ആ വൈബ്രേഷൻ അനുസരിച്ചിട്ടൊരു AC വോൾട്ടേജ് ഉണ്ടാവും. ഇതിനെ ആണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ക്രിസ്റ്റൽ ഈസ് ഗിവൺ ബൈ F ഈസ് ഈക്വൽ ടു K/T, വെർ K ഈസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കട്ട് ആൻഡ് തിക്നെസ് ഓഫ് ദ ക്രിസ്റ്റൽ. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം F ഈസ് ഈക്വൽ ടു K/T ആണ്, വെർ K ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം
ഈ തിക്നെസ് കൂടുന്നതനുസരിച്ചിട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഫ്രീക്വൻസി കുറയും. അതുപോലെ തിക്നെസ് കുറയുന്ന അനുസരിച്ചിട്ട് ഫ്രീക്വൻസി കൂടും. അതായത് നമ്മുടെ തിക്നെസ് കുറയുന്ന അനുസരിച്ചിട്ട് ഫ്രീക്വൻസി കൂടുകയാണ്. അപ്പോൾ എന്ന് കരുതി അപ്പം മീൻസ് ആയിട്ട് തിന്നർ ആകുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കട്ടി അത്ര കുറയുന്ന അനുസരിച്ചിട്ട് ഫ്രീക്വൻസി കുറയും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഒരുപാട് നമ്മൾ ഈ ക്രിസ്റ്റലിനെ തിൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ആവാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നോർമൽ കേസിൽ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ 25 കിലോ ഹെർട്സ് തൊട്ട് 5 മെഗാ ഹെർട്സ് വരെയുള്ള റേഞ്ചസിലുള്ള ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അടുത്ത നമുക്ക് ക്രിസ്റ്റലിൻ്റെ വർക്കിംഗ് നോക്കാം. ഈ ക്രിസ്റ്റൽ നോർമൽ കേസിൽ ഒരു രണ്ട് മെറ്റലിൻ്റെ ഉള്ളിൽ ആയിട്ട് അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഇടയിലായിട്ടാണ് ഈ ക്രിസ്റ്റൽ പ്ലേസ് ചെയ്യുക. അതായത് നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ കപ്പാസിറ്റർ ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് മെറ്റൽ ഷീറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഇതാണ് ഒരു കപ്പാസിറ്റർ. അതേ രീതിയിൽ ഈ ഡൈഇലക്ട്രിക്കിന് പകരം കൊടുക്കുന്നത് നമ്മുടെ ക്രിസ്റ്റലാണ് കൊടുക്കുക. That is, in order to use crystal in an electrical circuit, it is placed in between two metal plates. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്തായിട്ടാണ് ക്രിസ്റ്റൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു കപ്പാസിറ്റർ പോലെ ആ ഒരു രീതിയിലാണ് അവിടെ അത് നിൽക്കുക. അതുപോലെ ഒരു AC വോൾട്ടേജ് ക്രിസ്റ്റലിന് ഇതിന് അക്രോസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ക്രിസ്റ്റൽ വൈബ്രേറ്റ് അറ്റ് ദ ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് സിഗ്നലിൻ്റെ അപ്ലൈഡ് ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യും. അപ്പം വെൻ ദിസ് AC വോൾട്ടേജ് ദിസ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ക്രിസ്റ്റൽ, ദെൻ ദ ക്രിസ്റ്റൽ ദാറ്റ് വൈബ്രേഷൻ ബിക്കം ഇറ്റ്സ് പീക്ക് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി ഈ ക്രിസ്റ്റലിൻ്റെ നമ്മൾ മുമ്പേ നോക്കിയ ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വന്നാൽ ഈ ക്രിസ്റ്റൽ അതിൻ്റെ മാക്സിമം ലെവലിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു ക്രിസ്റ്റലിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട്. അപ്പം നമ്മൾ അതിനകത്ത് രണ്ട് കണ്ടീഷൻ ഉണ്ട്. വെൻ ക്രിസ്റ്റൽ ഈസ് നോട്ട് വർക്കിങ്ങും വെൻ ക്രിസ്റ്റൽ ഈസ് നോട്ട് വൈബ്രേറ്റിംഗ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ക്രിസ്റ്റൽ ഈസ് വൈബ്രേറ്റിംഗ്. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം, ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. വെൻ ക്രിസ്റ്റൽ ഈസ് നോട്ട് വൈബ്രേറ്റിംഗ്, ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യാത്ത സമയത്ത്. ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യാത്ത സമയത്ത് ശരിക്കും ആക്ച്വലി എന്തായിട്ടാണ് ഇത് നിൽക്കുന്നത്? ഈ ഒരു രീതിയിൽ രണ്ട് മെറ്റൽ പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്ക് ഈ ക്രിസ്റ്റൽ മെറ്റീരിയൽ വെച്ചിരിക്കുന്നത് ഡൈഇലക്ട്രിക് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ജസ്റ്റ് ഒരു കപ്പാസിറ്റർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. ഈ കപ്പാസിറ്ററിനെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ടിങ് കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വേർ CM ഈസ് ദ മൗണ്ടിങ് കപ്പാസിറ്റർ. ഇതാണ് വെൻ ക്രിസ്റ്റൽ ഈസ് നോട്ട് വൈബ്രേറ്റിംഗ് എന്ന ആ ഒരു കേസിലെ. അതുപോലെ വെൻ ക്രിസ്റ്റൽ ഈസ് വൈബ്രേറ്റിംഗ് ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു എ സീരിയൽ LCR സർക്യൂട്ട്. ഒരു സീരിയൽ LCR സർക്യൂട്ടായിട്ട് സീരിയൽ LCR സർക്യൂട്ടായിട്ട് ഇത് ആക്ട് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെൻ ക്രിസ്റ്റൽ ഈസ് വൈബ്രേറ്റ് വരുമ്പോഴത്തേക്ക് ഈ മൗൾഡിങ് കപ്പാസിറ്ററിന് പാരലായിട്ട് ഈ ഒരു LCR സീരിയൽ സർക്യൂട്ട് ഇരിക്കുന്ന ഒരു ഇഫക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ടാണ് വെൻ ക്രിസ്റ്റൽ ഈസ് വൈബ്രേറ്റിംഗ് എന്ന ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ലഭിക്കും. അടുത്തതൊരു പ്രാക്ടിക്കൽ ക്രിസ്റ്റൽ സർക്യൂട്ട് ക്രിസ്റ്റൽ ഓസിലേറ്റർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയം തോന്നുന്നുണ്ടോ? നോക്കിയേ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡിഫൈഡ് കോൾപിറ്റ്സ് ഓസിലേറ്റർ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ ആ എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ C1 C2 ഇവിടെ വരേണ്ട ആ ഇൻഡക്ടറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ക്രിസ്റ്റൽ കൊടുത്തിരിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതുപോലെ എന്താണ് ഈ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ആംപ്ലിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് എൻ്റെ R1 R2 RE ആൻഡ് CE ആർ യൂസ്ഡ് ഫോർ ബയാസിങ്. ഹിയർ C1 C2 ആൻഡ് ക്രിസ്റ്റൽ സെർവ്സ് ആസ് എന്താണ്? ടാങ്ക് സർക്യൂട്ട്. അതുപോലെ എന്താണ്? വോൾട്ടേജ് അക്രോസ് C2 ഫീഡ്ബാക്ക് ടു ഇൻപുട്ട് സെക്ഷൻ.
ഹിയർ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഇൻ ബിറ്റ്വീൻ ദിസ് പോയിൻ്റ് ആൻഡ് ദിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ C1 ആൻഡ് ഗ്രൗണ്ട്, C1 അക്രോസ് ആയിട്ട്. ദ വോൾട്ടേജ് അക്രോസ് C1 ആൻഡ് വോൾട്ടേജ് അക്രോസ് C2 ആർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. പഴയ ഓസിലേറ്ററിൻ്റെ ആ ഒരു കണക്ഷൻ ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ, അത് നോക്കുക. അപ്പം അതനുസരിച്ചിട്ട് ഒരു ലെസൺ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ ഈ വോൾട്ടേജും ഇതും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്, അതിനെ നേരെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഈ 180യും കൂടി ഓവറോൾ ഫേസ് ഷിഫ്റ്റ് എന്തായിരിക്കും ഉണ്ടാവുക? 360 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഒരു പ്രാക്ടിക്കൽ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളത്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ഫാക്ടർ. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഔട്ട്പുട്ട് പവർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതെന്തെങ്കിലും ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. സാധിക്കുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.